ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോണിക് കോളേജ്. നമ്മൾ നോക്കിയിരുന്നു, നമ്മൾ ഫേസ് കൺട്രോളിൻ്റെ SCR ഒക്കെ കഴിഞ്ഞു, UJT അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ. നമ്മൾ കുറച്ച് ഒബ്ജക്റ്റീവ്സ് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഒബ്ജക്റ്റീവ്സ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു 10-20 ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. ഇനി അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്. നമുക്ക് ആദ്യത്തെ ഒബ്ജക്റ്റീവിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് the latching current in the given circuit. ചെറിയൊരു സർക്യൂട്ടാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇത് 0.1 ഹെൻറി ആണ്, ഇത് 100 വോൾട്ടാണ്. ചെറിയ സർക്യൂട്ട്. അപ്പോൾ ലാച്ചിങ് കറണ്ട് തന്നിട്ടുണ്ട് സർക്യൂട്ടിൽ. എത്രയാണ് തന്നിരിക്കുന്നത്? the latching current in the circuit is given as 4 milliampere. The minimum width of the gate pulse required to properly turn on the thyristor is dash microseconds. എത്രയാണ് അതിൻ്റെ ടേൺ ഓൺ സമയം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ടേൺ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇക്വേഷനൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇൻഡക്ടറിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ നമുക്കൊരു സാധാരണ ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡക്ടറിൻ്റെ വോൾട്ടേജ് EMF ഡെവലപ്ഡ് നമ്മൾ എങ്ങനെയാണ് പറയാറ്? We will be refining it as E is equal to L into di/dt. ഇങ്ങനെയല്ല ഡിഫൈൻ ചെയ്യാറ് അല്ലേ? അപ്പം ഇതിനെ നമ്മൾ ഒരു ടേൺ ഓൺ പീരീഡായ 0 മുതൽ T ഓൺ വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു അല്ലേ. ഇൻറ്റു EDT ഇതിങ്ങോട്ട് എടുക്കുന്നു, L ഇൻറ്റു DI. ക്ലിയർ? അപ്പം ഈ സമയം എന്ന് പറഞ്ഞാൽ കറണ്ട് ഏത് വരെയാണ്? ലാച്ചിങ് കറണ്ട് വരെ അല്ലേ. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? E ഇൻറ്റു T ഓൺ അല്ല, വലുതാണ് എഴുതേണ്ടത്. E ഇൻറ്റു T ഓൺ അല്ലേ. നമ്മൾ ഇൻ്റഗ്രേഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ദെൻ L ഇൻറ്റു IL, DI എന്ന് പറഞ്ഞാൽ IL അല്ലേ. അപ്പം ഈ മിനിമം ഗേറ്റ് പൾസ് റിക്വയർഡ് ടു പ്രോപ്പർലി ടേൺ ഓൺ ദ തൈറിസ്റ്റാണ് ചോദ്യം. അപ്പോൾ ഈ ടേൺ ഓൺ ആണ് ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടേൺ ഓൺ ഈക്വൽ ടു L ഇൻറ്റു IL ഡിവൈഡഡ് ബൈ E. ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചോ, എന്നാൽ പിന്നെ ഇനി നമ്മൾ ഡെറൈവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ടേൺ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ ഇതിന് കിട്ടുന്നതാണ്. വെറുതെ ഈ ഇക്വേഷൻ അറിഞ്ഞിരുന്നാലും മതി. ടേൺ ഓൺ തന്നെ എഴുതണ്ട. E is equal to L into di/dt. നമ്മൾ കാണാൻ പറഞ്ഞ DI/dt ആണെന്ന് ഓർത്താൽ മതി, ടൈം ആണെന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇതിവിടെ ഇങ്ങോട്ട് എടുത്താൽ ആൻസറായി L into di/E. ശരിയാണല്ലോ. DIക്ക് വരെ IL എന്ന് കൊടുത്താൽ അത്രയും നല്ലത്. അപ്പം ഇതാണ് ഇക്വേഷൻ. ഈ ബേസിക് ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് റീപ്ലേസ് ചെയ്ത് മാറ്റി ഈ ഒരു ഫോർമുല രൂപത്തിലാക്കിയത് അല്ലേ. ഇനി സുഖമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓൺ എന്ന് പറഞ്ഞാൽ L എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡക്ടർ അത് തന്നിട്ടുണ്ട്. എത്ര? 0.1 ഇൻറ്റു IL, അതായത് ലാച്ചിങ് കറണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4×10⁻³ ഡിവൈഡഡ് ബൈ നമ്മുടെ E. വോൾട്ടേജ് എത്രയാണ്? 100 വോൾട്ട് തന്നിട്ടുണ്ട്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. നമുക്ക് എത്ര കിട്ടും? 100 ഇൻറ്റു 10⁻6 എന്ന് വരും. മൈനസ് ഇത് വരുന്ന വരും അല്ലേ. ഇത് 10⁻1. അപ്പോൾ 10⁻4 10⁻6 ഇൻറ്റു 10⁻6 4 അല്ലേ. നമുക്ക് എങ്ങനെ കിട്ടും? മൈക്രോ സെക്കൻഡിലാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ എത്രയാണ്? 4 മൈക്രോ സെക്കൻഡ്. ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ. ഇക്വേഷൻ അറിയുക എന്നുള്ളതാണ് മാത്രമേ ഉള്ളൂ കാര്യം. വളരെ എളുപ്പമുള്ള പ്രോബ്ലമാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, അടുത്തത് ടേൺ ഓൺ ആൻഡ് ടേൺ ഓഫ് ടൈം ഓഫ് എ ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്ററാണ്, തൈറിസ്റ്റർ അല്ല. നമ്മുടെ ടേൺ ഓണും ടേൺ ഓഫും, നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ടേൺ ഓണും ടേൺ ഓഫും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള ചോദ്യം. സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്, ജംഗ്ഷൻ കപ്പാസിറ്റൻസുകൾ, കറണ്ട് ഗെയിൻ ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന? ഇത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ജംഗ്ഷൻ കപ്പാസിറ്റൻസുകളാണ് അല്ലേ. ട്രാൻസിസ്റ്ററിൻ്റെ ടേൺ ഓൺ ടൈം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതിന്? ടേൺ ഓൺ ടേൺ ഓഫ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ജംഗ്ഷൻ കപ്പാസിറ്ററാണ്. ഇതിലാണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ ബേസ് ചെയ്തിട്ട് ഇതാണ് ഏറ്റവും സൂട്ടബിൾ ആൻസർ. ഓക്കെ, ജസ്റ്റ് പഠിച്ചു പോയാൽ മതി. അടുത്ത ടേൺ ഓൺ ടൈം ഓഫ് എൻ SCR ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ യൂസിങ് എ. നമ്മളെ ടേൺ ഓൺ ടൈം ഏതുപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. നല്ല ചോദ്യമാണ്. അപ്പം ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ശരിക്കും നമ്മളെ ടേൺ ഓൺ ടൈമിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ്? നിങ്ങൾ ഗേറ്റ് കറണ്ട് കൊടുക്കുന്നു അല്ലേ. അപ്പം ഹയർ വാല്യൂ ഓഫ് ഗേറ്റ് കറണ്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ടേൺ ഓൺ ടൈം എന്ത് ചെയ്യും? കുറയും. കാരണം കുറച്ച് സമയം കൊണ്ട് തന്നെ ടേൺ ഓൺ ചെയ്യിക്കാം. കാരണം നമ്മൾ ഗേറ്റ് കറണ്ട് വളരെ കൂടുതലാണ്. ഇതിന് പറയുന്ന പേരുണ്ട്, ഇങ്ങനെ ഗേറ്റ് കറണ്ട് വളരെ കൂട്ടുന്ന പേരുണ്ട്. അതിന് ഹാർഡ് ഡ്രൈവിംഗ് എന്ന് പറയും. ഹാർഡ് ഡ്രൈവിംഗ് അല്ല, ഹാർഡ് ഫയറിംഗ് അല്ലെങ്കിൽ ഓവർ ഡ്രൈവിംഗ് എന്ന് പറയും. ഹാർഡ് ഫയറിംഗ് അല്ലെങ്കിൽ ഓവർ ഡ്രൈവിംഗ്.
ഓക്കെ, ദിസ് ക്യാൻ റെഡ്യൂസ് യുവർ ടേൺ ഓൺ ടൈം. അപ്പോൾ ഹാർഡ് ഫയറിങ് അല്ലെങ്കിൽ ഓവർ ഡ്രൈവിങ് നമ്മൾ ഗേറ്റ് കറണ്ട് വെച്ചിട്ട് കൊടുക്കുന്ന സാധനം ടേൺ ഓൺ ടൈം മിനിമം ആക്കാൻ സഹായിക്കും അല്ലേ. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഒരു ചോദ്യമാണ്, എന്താണ് ടേൺ ഓൺ ടൈം റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഹാർഡ് ഫയറിങ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ടേൺ ഓൺ റെഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഉള്ളൊരു മെത്തേഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആ ആൻസർ പഠിക്കുക. അതിൻ്റെ പേരാണ് ബൈ യൂസിങ് എ റെക്റ്റാങ്കുലർ പൾസ് ഓഫ് ഹൈ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് നാരോ വിഡ്ത്ത്. ഓക്കെ, ഇതും കൂടി ഒന്ന് അറിയാം. ഓക്കെ, അതായത് ഹാർഡ് ഫയറിങ് നടത്താം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ബൈ യു യൂസ് എ റെക്റ്റാങ്കുലർ പൾസ് ഓഫ് ഹൈ ആംപ്ലിറ്റ്യൂഡ്. ഒരു ഹൈ ആംപ്ലിറ്റ്യൂഡ് ഉള്ള റെക്റ്റാങ്കുലർ പൾസ് യൂസ് ചെയ്യുക. അത് സെയിം ടൈം ഇറ്റ് ഈസ് ഹാവിങ് എ നാരോ വിഡ്ത്ത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ടേൺ ഓൺ ടൈം കുറയ്ക്കാം എന്ന് പറയുന്നു. ഓക്കെ, ജസ്റ്റ് പഠിച്ച് പോയാൽ മതി, അതങ്ങനെ തന്നെ പഠിക്കുക. പ്രീവിയസ് ആയതുകൊണ്ടാണ് തന്നത് കേട്ടോ. റെക്റ്റാങ്കുലർ പൾസ് ഓഫ് ഹൈ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് നാരോ വിഡ്ത്ത്. അടുത്തത്, an SCR triggered by a current pulse applied to the gate cathode can be turned off. ഓഫ് ആക്കാനാണ് പറയുന്നത് അല്ലേ. എങ്ങനെയാണ് നമ്മൾ ഓഫ് ആക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പം an SCR triggered by a current pulse applied to the gate cathode can be turned off by applying a pulse to cathode. അങ്ങനെ ഓഫ് ആവോ? ഇല്ല. ആനോഡിലേക്ക് കൊടുത്താലും പൾസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല അല്ലേ. അപ്ലൈയിങ് അനദർ പൾസ് ഓഫ് ഓപ്പോസിറ്റ് പൊളാരിറ്റി, ഒരു വേറൊരു പൾസ് കൊടുക്കാനാണ് പറയുന്നത്. അതും സാധ്യമല്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, റിവേഴ്സിങ് ദ ആനോഡ് ആൻഡ് കാഥോഡ് വോൾട്ടേജ്. നിങ്ങൾ ആനോഡ് കാഥോഡ് വോൾട്ടേജ് എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക അല്ലേ. അപ്പം നേരത്തെ ഉള്ളതിനെ നേരെ റിവേഴ്സ് ചെയ്തതിനെ നമുക്ക് എന്ത് ചെയ്യാം, SCRനെ നമുക്ക് എന്ത് ചെയ്യാം, ടേൺ ഓഫ് ചെയ്യാം. അതായത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വോൾട്ടേജ് എന്താവും, റിവേഴ്സ് ആവും അല്ലേ. അപ്പോൾ ആനോഡ് കറണ്ടിന് ഇൻട്രപ്ഷൻ നടക്കും. അപ്പോൾ വോൾട്ടേജ് നേരത്തെ ഉള്ളതിനെക്കാട്ടി റിവേഴ്സ് ആവും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഓഫ് ചെയ്യാം. അപ്പോൾ ഓഫ് ചെയ്യാനുള്ള മെത്തേഡുകളാണ് ജസ്റ്റ് പറഞ്ഞു തരാം. ദ വോൾട്ടേജ് റിവൈസസ് എവറി ഹാഫ് സൈക്കിൾ ഇൻ എ സർക്യൂട്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് 2 മെത്തേഡ് ഉണ്ട്, അതിൻ്റെ ചെറിയൊരു ഔട്ട്ലൈൻ തരാം. കമ്മ്യൂട്ടേഷൻ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും എടുക്കും കുറച്ച്. ഓക്കെ, അപ്പോൾ വിശദമാക്കി തരാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ദ വോൾട്ടേജ് റിവേഴ്സസ് എവറി ഹാഫ് സൈക്കിൾ, എല്ലാ ഹാഫ് സൈക്കിളിലും വോൾട്ടേജ് റിവേഴ്സ് ചെയ്യും. സോ ദാറ്റ് SCR ഇൻ ദ ലൈൻ would be reverse biased every negative cycle and thus turn off, and it would turn off. Okay, അതായത് വോൾട്ടേജിനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫ് സൈക്കിളിനാണുള്ള പരിപാടി. അപ്പോൾ ഒരു ഹാഫ് സൈക്കിൾ വോൾട്ടേജ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ SCRും എന്താവും, റിവേഴ്സ് ബയാസ്ഡ് ആവും. ഓരോ നെഗറ്റീവ് സൈക്കിളിലും റിവേഴ്സ് ബയാസ്ഡ് ആവും. അങ്ങനെ എന്ത് ചെയ്യും, ടേൺ ഓഫ് ചെയ്യും. ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് SCR എന്ന ലൈൻ ടേൺ ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ ലൈൻ കമ്മ്യൂട്ടേഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഫേസ് കമ്മ്യൂട്ടേഷൻ എന്ന് വിളിക്കും. അപ്പോൾ വെറുതെ നമ്മളുടെ സപ്ലൈ വോൾട്ടേജിനെ നമ്മൾ എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക. അതുവഴി റിവേഴ്സ് ബയാസ്ഡ് ആവും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാവും, അതുവഴി ടേൺ ഓഫ് ആവും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ വേറൊരു ടേൺ ഓഫ് മെത്തേഡ് ഉണ്ട്, അത് പറയാം. നമ്മൾക്ക് മെയിൻ ഐഡിയ എന്ന് വെച്ചാൽ SCRനെ അക്രോസ് ഒരു റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ് ആക്കുക എന്നുള്ളതാണ് അല്ലേ. ടു ക്രിയേറ്റ് എ റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ് അക്രോസ് ദ SCR വിച്ച് ഈസ് ഇൻ ദ ലൈൻ ഓഫ് എ DC സർക്യൂട്ട്. നേരത്തെ ഇത് AC സർക്യൂട്ടിൻ്റെ കാര്യമായിരുന്നു. ഓക്കെ, ഇനി വിത്തിൻ ദ സർക്യൂട്ട് ഓഫ് DC സർക്യൂട്ടിൻ്റെ കാര്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ് കൊടുക്കാൻ ഇൻ ദ ലൈൻ ഓഫ് എ DC സർക്യൂട്ടിലാക്കാൻ you connect capacitors are used. അപ്പം ഈ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്ത മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, the method of discharging a capacitor in parallel with discharging a capacitor in parallel with an SCR to turn off. SCR പാരലായിട്ട് ഒരു കപ്പാസിറ്ററിനെ പാരലായിട്ട് SCRൽ വെക്കുക, ടു ടേൺ ഓഫ്. എന്തിന്, SCRനെ ടേൺ ഓഫ് ചെയ്യാൻ. എവിടെ, DCയിൽ, കപ്പാസിറ്റർ ബ്ലോക്സ് DC. ഓക്കെ, അപ്പോൾ DCനെ അങ്ങനെ ഓഫാക്കാൻ വേണ്ടി അങ്ങനെ സ്പെഷ്യൽ മെത്തേഡ് വെച്ച് കപ്പാസിറ്ററിനെ അക്രോസ് കൊടുത്ത് ലൈനിൽ വെച്ചിട്ട് നമ്മൾ റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ് ആക്കുന്ന ഈ പാരലൽ SCRൽ വെക്കുന്ന ഈ മെത്തേഡിനെ വിളിക്കുന്നവരാണ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ DC സർക്യൂട്ടിൽ നമ്മൾ കപ്പാസിറ്ററിനെ അക്രോസ് വെച്ച് റിവേഴ്സ് ബയാസ് വോൾട്ടേജിന് സമയത്ത് കപ്പാസിറ്ററിനെ അക്രോസ് വെച്ചിട്ട് ചെയ്യുന്ന ഓഫാക്കുന്ന പരിപാടിയാണ് എന്ത്, ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ. മറ്റേത് എങ്ങനെയായിരുന്നു, സാധാരണ നെഗറ്റീവ് വോൾട്ടേജിനെ നിങ്ങൾ എന്ത് ചെയ്യുക, റിവേഴ്സ് വോൾട്ടേജ് ആക്കുക AC സർക്യൂട്ടിൽ. എന്നിട്ട് എന്ത് ചെയ്യുക,
SCRനെ ഓഫ് ആക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് ലൈൻ അല്ലെങ്കിൽ ഫേസ് കമ്മ്യൂട്ടേഷൻ. ഇത് രണ്ടിപ്പോൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി, ഞാൻ കമ്മ്യൂട്ടേഷൻ എടുക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 മെത്തേഡ്സ് ഉണ്ട് എന്നുള്ളത് കാര്യം ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ദ ടേൺ ഓഫ് തൈറിസ്റ്റർ ഈസ്, തൈറിസ്റ്ററിൻ്റെ ടേൺ ഓഫ് തന്നിട്ടുണ്ട് 30 മൈക്രോ സെക്കൻഡ് ആണ് അറ്റ് 50 ഡിഗ്രി സെൽഷ്യസ്. വാട്ട് ഈസ് ദ ടേൺ ഓഫ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്? 100 ഡിഗ്രി സെൽഷ്യസിലെ ടേൺ ഓഫ് ആണ് ചോദ്യം. ഓക്കെ, ആദ്യം നമ്മളൊന്ന് അറിയേണ്ട ഒരു കാര്യം, ഈ ടേൺ ഓഫും ടെമ്പറേച്ചറിൻ്റെ റിലേഷനാണ്. ഓക്കെ, വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ദ ടേൺ ഓഫ് ടൈം ഓൾസോ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടിയാൽ ടേൺ ഓഫ് ടൈമും എന്ത് ചെയ്യും? കൂടും. പക്ഷെ ലീനിയർലി എന്നല്ല കൂടുന്നത്, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഇത് ടെമ്പറേച്ചർ, ഇത് നമ്മുടെ എന്താണ് ടേൺ ഓഫ് ടൈം. ഓക്കെ, അപ്പം ഇതാണ് ഗ്രാഫ്. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം മാക്സിമം 1 ക്വസ്റ്റ്യൻസ് അല്ല, പക്ഷേ നമുക്ക് 1 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന നല്ല നല്ല ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർക്കുക. അപ്പോൾ ടേൺ ഓഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർലി അല്ല, പക്ഷേ കൂടുതലാണ്. ടെമ്പറേച്ചർ വരുമ്പോൾ കൂടും. നിങ്ങൾ ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ലീനിയർലി അല്ല കൂടുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ലീനിയർലി അല്ല കൂടുന്നതെന്ന് പറഞ്ഞു, പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ മനസ്സിലാക്കണം 150 ഡിഗ്രി സെൽഷ്യസിൽ 30 മൈക്രോ സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ എന്തായാലും 30-നെക്കാട്ടും കൂടുതലായിരിക്കും, പക്ഷെ 4 ടൈംസ് ഒന്നും കൂടില്ല. അത്ര കൂടുതലൊന്നുമല്ല, ഭയങ്കര ലീനിയറായിട്ടൊന്നല്ല പോകുന്നത്, കുറേയൊരു ലീനിയറിറ്റി ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ സൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി അറൗണ്ട് 60 ഡിഗ്രി സെൽഷ്യസ്. ടേൺ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി സെൽഷ്യസ് അല്ല, സോറി, മൈക്രോ സെക്കൻഡ്സ്. ടേൺ ഓഫ് ടൈം അല്ലേ, മൈക്രോ സെക്കൻഡ്സ്. ക്ലിയർ? അപ്പം 1 ലീനിയർ അല്ല, അതായത് 4 ടൈംസ് കൂടാൻ മാത്രമൊന്നുമില്ല, പക്ഷേ കുറച്ച് കൂടുതലായിരിക്കും. എന്തായാലും 30-നെക്കാട്ടും കൂടുതൽ ആൻസർ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും അല്ല എന്നുള്ള സ്കിപ്പ് ചെയ്യാം. ഇതിൽ രണ്ടിൽ ഏതാണെന്ന് ചോദ്യം. അപ്പം 4 ടൈംസ് ഒന്നും കൂടില്ല എന്തായാലും. ഇറ്റ് വിൽ ബി ഡബിളും അല്ല, എന്നാൽ ഡബിളിൻ്റെ അടുത്ത് ഉള്ള ഒരു വാല്യൂ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് 60. ഓക്കെ, ഇതൊക്കെ ഡിറ്റോ ചോദിക്കാനുള്ള ചാൻസ് അല്ലെങ്കിൽ ചെറിയൊരു വേരിയേഷനൊക്കെ വരുള്ളൂ. അപ്പം കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് കരിയർ ഫ്രീക്വൻസി. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കരിയർ ഫ്രീക്വൻസി ഗേറ്റ് ഡ്രൈവ് ഈസ് യൂസ്ഡ് ഫോർ ടേൺ ഓൺ ഓഫ് എ തൈറിസ്റ്റർ ടു റെഡ്യൂസ് di/dt dV/dt ടേൺ ഓൺ ടൈം സൈസ് ഓഫ് പൾസ് ട്രാൻസ്ഫോമർ. ഓക്കെ, കരിയർ ഫ്രീക്വൻസി ഗേറ്റ് ഡ്രൈവ്, അതായത് ഫ്രീക്വൻസി ഗേറ്റ് ഡ്രൈവ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഫ്രീക്വൻസി മറ്റുള്ള കാര്യങ്ങളൊക്കെ di/dt അല്ല അല്ലേ. നമ്മൾ ഇതൊക്കെ വേറെ എക്സ്ട്രാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഗസ് വർക്ക് നടത്തിയത് നമുക്ക് പറയാം. di/dt നമ്മൾ വേറെ പഠിച്ചതാണ്, dV/dt പഠിച്ചു, ടേൺ ഓൺ ടൈം ഒക്കെ പഠിച്ചതാണ്. ഇതിലാകെ ഒരു ഓഡ് 1 ഔട്ട് എന്നും പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ വൈൽഡ് ഗസ് അല്ല, ഇതൊരു നല്ല ഗസ്സാണ്. എന്താണ്? സൈസ് ഓഫ് പൾസ് ട്രാൻസ്ഫോമർ ആണ് അതിൻ്റെ ആൻസർ ശരിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. നമ്മൾ ഗേറ്റ് സപ്ലൈൻ്റെ അടുത്തുള്ള ഫ്രീക്വൻസി, അതായത് വിത്ത് ദ ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി ഓഫ് ദ ഗേറ്റ് സപ്ലൈ വോൾട്ടേജ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്താൽ സൈസ് റെഡ്യൂസ് ചെയ്യും. ഏതിൻ്റെ? നമ്മളെ പൾസ് ട്രാൻസ്ഫോമറിൻ്റെ സൈസ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇത് നമ്മളെ ട്രാൻസ്ഫോമർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മളറിയാം, നിങ്ങൾ ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ നിങ്ങളുടെ സൈസ് കുറയും, അതുപോലെ ഫ്രീക്വൻസി കുറവാണെങ്കിൽ നിങ്ങളുടെ സൈസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ഫ്രീക്വൻസി ഗേറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ സൈസുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ഓർത്താലും മതിയാവും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ പറയുവാണെങ്കിൽ, പൾസ് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ പറയുവാണെങ്കിൽ, ഫോർ ഇൻഡ്യൂസിങ് ദ സെയിം EMF ആൻഡ് സെയിം ഫ്ലക്സ് ഡെൻസിറ്റി, സെയിം EMFും സെയിം ഫ്ലക്സ് ഡെൻസിറ്റി ആണെങ്കിൽ ഇതിൻ്റെ ഒരു ഇക്വേഷനും ഉണ്ട് EMFൻ്റെ 4.44F5N എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇക്വേഷനും ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അതിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റിലേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാലും മതി. നിങ്ങളുടെ ഏരിയ ഓഫ് ട്രാൻസ്ഫോമർ കോർ ഇൻറ്റു ഫ്രീക്വൻസി ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഏരിയയും ഫ്രീക്വൻസി എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഏരിയ ഓഫ് കോർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ഗേറ്റ് സപ്ലൈ വോൾട്ടേജ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ നമുക്കെന്ത് പറയാം? കരിയർ ഫ്രീക്വൻസി ഗേറ്റ് ഡ്രൈവ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് റെഡ്യൂസ് ആവും? സൈസ് ഓഫ് പൾസ് ട്രാൻസ്ഫോമർ എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാം.
ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പഠിക്കാം. നിങ്ങൾ പഠിച്ചാൽ മതി ഏരിയ ഇൻറ്റു ഫ്രീക്വൻസി ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഏരിയ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു യുവർ ഫ്രീക്വൻസി ഓഫ് യുവർ സപ്ലൈ വോൾട്ടേജ് എന്ന് പഠിച്ചാലും മതിയാവും. ഓക്കെ, അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വേഗം കിട്ടും. ഇറ്റ് ഈസ് പ്രിഫറബിൾ ടു യൂസ് എ ട്രെയിൻ ഓഫ് പൾസ് ഓഫ് ഹൈ ഫ്രീക്വൻസി ആണ് ഫോർ ഗേറ്റ് ട്രിഗറിങ് ഓഫ് SCR ഇൻ ഓർഡർ ടു റെഡ്യൂസ്. ഇത് നേരത്തെ ചോദ്യത്തിൻ്റെ വേറൊരു മോഡൽ ചോദ്യമാണ്. ഇതും പഴയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചു ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഏരിയ കുറയും. സൈസ് അല്ല ആക്ച്വലി കുറയുന്നത്, ഏരിയ കുറയുന്നു. അപ്പോൾ ഏരിയ കുറയുന്നതുകൊണ്ട് സൈസ് കുറയുന്നതാണ്. ഓക്കെ, അപ്പം എന്ത് റെഡ്യൂസ് ചെയ്യാണ്, സൈസ് ഓഫ് പൾസ് ട്രാൻസ്ഫോമർ റെഡ്യൂസ് ചെയ്യാനാണ് അല്ലേ. ഹൈ ഫ്രീക്വൻസി ഗേറ്റ് ട്രിഗറിങ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, പൾസ് ട്രാൻസ്ഫോമറിൻ്റെ സൈസ് എന്ത് ചെയ്യാം, കുറയ്ക്കാം. അപ്പോൾ ഇനി അത് കൺഫ്യൂഷൻ വരില്ലല്ലോ ആ ക്വസ്റ്റ്യൻ. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ. അടുത്തത്, ആൻഡ് SCR ഈസ് ഇൻ കണ്ടക്ടിങ് സ്റ്റേറ്റ്. SCR കണ്ടക്ടിങ് സ്റ്റേറ്റിലാണ്. എ സ്മോൾ റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈഡ് ബിറ്റ്വീൻ ആനോഡ് ആൻഡ് കാഥോഡ്. ഒരു സ്മോൾ റിവേഴ്സ് വോൾട്ടേജ് ആനോഡിൻ്റെ കാഥോഡിൻ്റെ ഇടക്രോസ് കൊടുത്തു. ബട്ട് ഇറ്റ് ഫെയിൽസ് ടു ടേൺ ഓഫ്. റിവേഴ്സ് വോൾട്ടേജ് കൊടുത്തിട്ടും ഓഫ് ആവുന്നില്ല. കാരണം നമ്മൾ നേരത്തെ പഠിച്ചു റിവേഴ്സ് വോൾട്ടേജ് കൊടുത്ത് ഓഫ് ആവണം. പക്ഷെ റിവേഴ്സ് വോൾട്ടേജ് കൊടുത്തിട്ടും ഈ സാധനം എന്ത് ചെയ്യുന്നില്ല, ഓഫ് ആവുന്നില്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം എന്നുള്ളതാണ് ചോദ്യം. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഈ റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കുമ്പോഴും ഓഫ് ആവണമെങ്കിൽ എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ കൊടുക്കുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ കൊടുക്കുന്ന നമുക്കവിടെ കിട്ടിയ കറണ്ട്, അതായത് നമ്മുടെ ആനോഡ് കറണ്ട് എന്തായിരിക്കണം, ഹോൾഡിംഗ് കറണ്ടിനെക്കാട്ടിയും കുറവായിരിക്കണം. ഈ കണ്ടീഷനൊക്കെ മീറ്റ് ചെയ്യണം. ഓക്കെ, ആനോഡ് കറണ്ട് എന്തിനെക്കാട്ടിയും കുറവായിരിക്കണം, ലെസ് ദാൻ ഹോൾഡിംഗ് കറണ്ട് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഓഫ് ആവുള്ളൂ അല്ലേ. അപ്പോൾ ഇഫ് ഇറ്റ് ഫെയിൽസ് ടു ടേൺ ഓഫ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ആനോഡ് കറണ്ട് എന്തിനേക്കാളും കുറവല്ല, ഹോൾഡിംഗ് കറണ്ടിനെക്കാട്ടി കുറവല്ല. അതായത് ആനോഡ് കറണ്ട് ഈസ് മോർ ദാൻ ഹോൾഡിംഗ് കറണ്ട് ആയതുകൊണ്ടാണ് അത് ഓഫ് ആവാത്തത്. അല്ലെങ്കിൽ അത് പണ്ടേക്കേ ഓഫ് ആയേനെ. ക്ലിയർ? ബാക്കിയുള്ളതൊന്നും അല്ല റീസൺ. ആനോഡ് കറണ്ട് ഇങ്ങനത്തെ ഒക്കെ ഓപ്ഷൻ കണ്ട ഇത് തന്നെയായിരിക്കും ആൻസർ കേട്ടോ. അപ്പോൾ ഫെയിൽസ് ടു ടേൺ ഓഫ് എന്ന് പറഞ്ഞാൽ ആനോഡ് കറണ്ട് എന്താണ്, ഹോൾഡിംഗ് കറണ്ടിനെക്കാളും കൂടുതലാണ്. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യാത്തത്, ഓഫ് ആവാത്തത്. ഓക്കെ, നെക്സ്റ്റ്, ആൻ SCR ഈസ് ടേൺഡ് ഓഫ് when its turn off time is SCR is turn off അല്ലേ, turned off when its turn off time is. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു സർക്യൂട്ട് ടേൺ ഓഫ് ടൈം പഠിച്ചിരുന്നു അല്ലേ. SCRന് ഒരു സർക്യൂട്ട് ടേൺ ഓഫ് ടൈം പഠിച്ചിരുന്നു അല്ലേ. അപ്പം SCR ടേൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് ഓൺ സ്റ്റേറ്റിൽ നിന്ന് ഓഫ് സ്റ്റേറ്റിലേക്ക് വന്നു അല്ലേ. ആൻഡ് ഈസ് കേപ്പബിൾ ഓഫ് ബ്ലോക്കിംഗ് യുവർ ഫോർവേഡ് വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയാണ്. അപ്പോൾ ടേൺ ഓഫ് ടൈം അല്ലെങ്കിൽ TS നമുക്ക് വേണമെങ്കിൽ വിളിക്കാം അല്ലേ. അപ്പം ടേൺ ഓഫ് ടൈം ഓഫ് SCR നമ്മൾ TS എന്നല്ല, നമ്മൾ TQ എന്നാണ് വിളിച്ചിരുന്നത് അല്ലേ, ടേൺ ഓഫ് ടൈം ഓഫ് SCR. അപ്പം TQ സർക്യൂട്ട് ടേൺ ഓഫ് ടൈമിനെയാണ് നമ്മൾ TC എന്ന് വിളിച്ചത് അല്ലേ. ഡിവൈസ് ടേൺ ഓഫ് ടൈം അല്ലെങ്കിൽ SCR ടേൺ ഓഫ് ടൈം TQ എന്ന് വിളിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു TC ഷുഡ് ബി ഗ്രേറ്റർ ദാൻ TQ എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ TC ഷുഡ് ബി ഗ്രേറ്റർ ദാൻ TQ എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നില്ലേ. അപ്പം ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാൻ മുന്നേ ഞാൻ പറയാം. അപ്പോൾ ടേൺ ഓഫ് ടൈം നമ്മളെ TQ SCRൻ്റെ ടേൺ ഓഫ് ടൈം ഡിവൈസ് ടേൺ ഓഫ് ടൈം അല്ലെങ്കിൽ TQ എന്ന് പറയുന്ന സാധനം ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം ബിറ്റ്വീൻ ദ ഇൻസ്റ്റൻറ്റ് ആനോഡ് കറണ്ട് റെഡ്യൂസസ് ടു 0. ആനോഡ് കറണ്ട് എന്താവണം, 0ലേക്ക് റെഡ്യൂസ് ചെയ്യണം. ആൻഡ് ദ ഇൻസ്റ്റൻറ്റ് SCR റീജിയൻസ് ഫോർവേഡ് ബ്ലോക്കിംഗ് കേപ്പബിലിറ്റി. ഇതാണ് അതിൻ്റെ കണ്ടീഷൻ അല്ലേ. അപ്പോൾ ഈ ടേൺ ഓഫ് ടൈം ഡ്യൂ ടു SCR ബൈ പ്രാക്ടിക്കൽ സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ സർക്യൂട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് TC അല്ലേ, സർക്യൂട്ട് ടേൺ ഓഫ് ടൈം. സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ദ ടൈം ഡ്യൂറേഷൻ ബിറ്റ്വീൻ ദ ആനോഡ് കറണ്ട് ഈസ് റെഡ്യൂസ്ഡ് ടു 0 ആൻഡ് ദ ഇൻസ്റ്റൻറ്റ് റിവേഴ്സ് വോൾട്ടേജ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി, കേട്ടിരുന്നാൽ മതി. ദ റിവേഴ്സ് വോൾട്ടേജ് ഡ്യൂ ടു പ്രാക്ടിക്കൽ സർക്യൂട്ട് റീച്ച് 0. പ്രാക്ടിക്കൽ സർക്യൂട്ടിൽ ഡ്യൂ ടു റിവേഴ്സ് വോൾട്ടേജ് എന്താവണം, 0 ആണ്. അപ്പോൾ റിലയബിൾ ടേൺ ഓഫിന്, നല്ലൊരു ടേൺ ഓഫിന്, ഇതാണ് കീ പോയിന്റ് പഠിച്ചാൽ മതി. റിലയബിൾ ടേൺ ഓഫിന് നിങ്ങളുടെ
ഇതാണ് കണ്ടീഷൻ. അതായത് നിങ്ങളുടെ സർക്യൂട്ട് നമ്മൾ ഡിവൈസ് ടേൺ ഓഫ് ടൈം അതായത് ടി ക്യൂ ഷുഡ് ബി ലെസ് ദാൻ ടി സി അല്ലേ, അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് എഴുതാം എന്താ ടി സി ഗ്രേറ്റർ ദാൻ ടി ക്യൂ ആവണം. ഇതാണ് റിലയബിൾ ടേൺ ഓഫിൻ്റെ കണ്ടീഷൻ. ഇത് നമ്മൾ എഴുതി വെച്ചോ, ടേൺ ഓഫിൻ്റെ കണ്ടീഷൻ. ഓക്കെ, അല്ലെങ്കിൽ ദ ഡിവൈസ് മേ ബി ടേൺ ഓൺ അറ്റ് അൺവാണ്ടഡ് ഇൻസ്റ്റൻറ്റ്. അതിനാണ് നമ്മൾ കമ്മ്യൂട്ടേഷൻ ഫെയിലിയർ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ ഡിവൈസ് എന്താവും, ഫെയിലിയർ ആവും. ക്ലിയർ? അപ്പം റിലയബിൾ ടേൺ ഓഫിനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടേൺ ഓഫ് ടൈം ഓഫ് നിങ്ങളുടെ SCR ഇറ്റ്സ് ടേൺ ഓഫ് ടൈം, അതായത് SCR ടേൺ ഓഫ് ടൈം എന്ന് ചില സ്ഥലത്ത് നിങ്ങൾ TS എന്നൊക്കെ കാണും കേട്ടോ. അപ്പോൾ TS എന്നുള്ള കാര്യം വേണമെങ്കിൽ ഓർത്തോ. TS ഷുഡ് ബി ലെസ് ദാൻ നിങ്ങളുടെ TQ, അല്ലെങ്കിൽ നമ്മൾ TC ഷുഡ് ബി ലെസ് ദാൻ TQ. ക്ലിയർ? അപ്പം ഇവിടെ ആൻസർ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം, ഡിവൈസ് ടേൺ ഓഫ് ടൈം, SCR ടേൺ ഓഫ് ടൈം എന്നോ ഡിവൈസ് ടേൺ ഓഫ് ടൈം ഷുഡ് ബി ലെസ് ദാൻ ദ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം, ദാറ്റ് ഈസ് യുവർ TC. ക്ലിയർ? അപ്പോൾ TS ലെസ് ദാൻ TC എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് TC ഗ്രേറ്റർ ദാൻ TQ എന്നോ TC ഗ്രേറ്റർ ദാൻ TS എന്നോ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് അതിൻ്റെ കണ്ടീഷൻ. TC ഷുഡ് ബി ഗ്രേറ്റർ ദാൻ TQ. ഓക്കെ, അതാണ് ഒരു ടേൺ ഓഫ് ടൈമിന് പറ്റിയ റിലയബിൾ ടേൺ ഓഫ് ടൈം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി ഓർക്കുക. അടുത്തത് ടേൺ ഓഫ് ടൈം ഓഫ് കൺവെർട്ടർ ഗ്രേഡ് അല്ലെങ്കിൽ ഇൻവെർട്ടർ ഗ്രേഡ്, ടേൺ ഓഫ് ടൈം ഓഫ് കൺവെർട്ടർ ഗ്രേഡ്. രണ്ട് ടൈപ്പ് ഗ്രേഡുകളുണ്ടെന്ന് പറഞ്ഞ് പഠിച്ചല്ലോ അല്ലേ. നമ്മൾക്ക് ഒന്ന് ടേൺ ഓഫ് ടൈമിനനുസരിച്ച് രണ്ടെണ്ണം ഉള്ളത് അല്ലേ. ടേൺ ഓഫ് ടൈമിനനുസരിച്ചിട്ട് രണ്ടെണ്ണം ഉള്ളത്. ഒന്ന് സ്ലോ ടേൺ ഓഫ് ടൈമും ഒന്ന് എന്താണ്, ഫാസ്റ്റ് ടേൺ ഓഫ് ടൈമാണ്. സ്ലോ ടേൺ ഓഫ് ടൈമിനെ നമ്മൾ കൺവെർട്ടർ ഗ്രേഡ് എന്ന് വിളിച്ചിട്ടുണ്ട്. ഫാസ്റ്റർ ടേൺ ഓഫ് ടൈമിനെ നമ്മൾ എന്ത് വിളിച്ചിട്ടുണ്ട്, ഇൻവെർട്ടർ ഗ്രേഡ് എന്ന് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ കൃത്യ സമയമാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ലോ ടേൺ ഓഫ് ടൈം എന്ന് വെച്ചാൽ വലിയ വാല്യൂ ആയിരിക്കും. വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 50 മുതൽ 200 മൈക്രോ സെക്കൻഡ് വരെ എടുക്കും എന്തിന്, ടേൺ ഓഫ് ചെയ്യാൻ. ഓക്കെ, അതിനാണ് നമ്മൾ സ്ലോ ടേൺ ഓഫ് എന്ന് വിളിക്കുക. ഫാസ്റ്റ് ടേൺ ഓഫ് എന്ന് വെച്ചാൽ ചെറിയ സമയം കൊണ്ട് തന്നെ അത് എന്താകും, ടേൺ ഓഫ് ആവും അല്ലെങ്കിൽ ഓഫ് ആവും. അതാണ് 3 മുതൽ 50 മൈക്രോ സെക്കൻഡ് വരെ. അതിനാണ് നമ്മൾ ഇൻവെർട്ടർ ഗ്രേഡ് എന്ന് വിളിക്കുക. ഓക്കെ, പിന്നെ വേണമെങ്കിൽ ചോദിക്കാം കൺവെർട്ടർ ഗ്രേഡ് ആർ ചീപ്പർ ദാൻ ഇൻവെർട്ടർ ഗ്രേഡ്. നിങ്ങളെ ഇൻവെർട്ടർ ഗ്രേഡിനെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ കൺവെർട്ടർ ഗ്രേഡ് എന്താണ്, ചീപ്പർ മെറ്റീരിയലാണ്. ഓക്കെ, അപ്പം ദ ടൈം അല്ലെങ്കിൽ നമ്മളെ ടേൺ ഓഫ് ടൈം സ്ലോവർ ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ കൺവെർട്ടർ ഗ്രേഡ്, ഫാസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഇൻവെർട്ടർ ഗ്രേഡ്. ടേൺ ഓഫ് ടൈം പഠിക്കുക. അപ്പോൾ സ്ലോ ടേൺ ഓഫ് ടൈം ഉള്ള കൺവെർട്ടർ ഗ്രേഡിൻ്റെ വാല്യൂ ഇപ്പോൾ പറഞ്ഞു എത്രയാണ്, 50 മുതൽ 200 മൈക്രോ സെക്കൻഡ് വരെയാണ്. സോ ആൻസർ ഈസ് 50 മുതൽ 200 വരെ. ക്ലിയർ? ഇതിൻ്റെ മറ്റേതാണ് 3 to 50, ഫാസ്റ്റർ ടേൺ ഓഫ്, പെട്ടെന്ന് ടേൺ ഓഫ് ചെയ്യും, അതാണ് ഇൻവെർട്ടർ. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കോസ് ഡാമേജ് ഓഫ് SCR ഡാമേജ് ഇല്ലാത്ത വെക്കാത്ത അല്ലെങ്കിൽ മേക്കാത്ത സാധനം അല്ലേ. ഹൈ കറണ്ടൊക്കെ എന്താവാം, ഡാമേജ്ഡ് ആവാം അല്ലേ. ഹൈ ഓവർ കറണ്ടൊക്കെ വന്ന ജംഗ്ഷൻ ടെമ്പറേച്ചറൊക്കെ കൂടി എന്ത് ചെയ്യാം, ഡിവൈസ് എന്താവാം, ഡാമേജ്ഡ് ആവാം സാധ്യതയുണ്ട്. അതുപോലെ ഹൈ റേറ്റ് ഓഫ് റൈസ് ഓഫ് കറണ്ട്. റേറ്റ് ഓഫ് റൈസ് ഓഫ് എന്ത് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡ് കറണ്ട് അല്ലേ. അതാണ് DI/dt. അപ്പോൾ DI/dt കൂടി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ, പ്രൊട്ടക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. DI/dt കൂടിയാൽ നമ്മൾ ഒരു സാധനം ഇതിൻ്റെ കൂടെ വെക്കും എന്നൊക്കെ പറയുന്നു. എന്തായിരുന്നു സാധനം ഓർക്കുന്നുണ്ടോ? ഒരു ഇൻഡക്ടറിൻ സീരീസ് സർക്യൂട്ടിൽ വെക്കും എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അതുമല്ല, അപ്പോൾ ഇതും ഡാമേജ് ഉണ്ടാക്കുന്ന സാധനമാണ് DI/dt. ടെമ്പറേച്ചർ റൈസ് ഒബ്വിയസ്ലി ഡാമേജ് ഉണ്ടാക്കും അല്ലേ. അപ്പോൾ ഡാമേജ് ഉണ്ടാക്കാത്ത സാധനം എന്താ, ഹൈ റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജ് റൈസ് ഉണ്ടായാൽ ഡേഞ്ചർ ഒന്നുമില്ല അല്ലേ. ഹൈ റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജ് ഉണ്ടായാൽ എന്താ സംഭവിക്കുക, ഇറ്റ് വുഡ് മേക്ക് ദ SCR ടേൺ ഓൺ ആവുക ചെയ്യാം അല്ലേ. വോൾട്ടേജ് കൂട്ടി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓണാക്കാം അല്ലേ. ഏത് വേണ്ട, നമുക്ക് ഗേറ്റ് സിഗ്നൽ വേണ്ട. പക്ഷേ ഈ പ്രാക്ടീസ് സേഫ് അല്ല. ഇത് കൂടുതൽ അധികമായി കഴിഞ്ഞാൽ അതെന്താവും, SCR ഡാമേജ് ആവും എന്ന് പറഞ്ഞു. അല്ലെ 4-5 ടൈംസ് ഒക്കെയാണ് ഇത് ഡാമേജ്ഡ് ആവാൻ. ഇത് അത്ര സേഫ് പ്രാക്ടീസ് അല്ല. ബട്ട് സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഓൺ ആക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഹൈ റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജ് കൊടുത്താൽ ഡിവൈസ് എന്താവും, ഓൺ ആവും. ക്ലിയർ അല്ലേ? അത്രേ ഉള്ളൂ അതിൻ്റെ കൺസെപ്റ്റ്. നെക്സ്റ്റ്, വെൻ കമ്പയർഡ് ടു ദോസ് ഓഫ് എ സിമെട്രിക്കൽ തൈറിസ്റ്റർ. ഒരു സിമെട്രിക്കൽ തൈറിസ്റ്ററിനെ കൺസിഡർ ചെയ്യുമ്പോൾ ദ ടേൺ ഓഫ് ടൈം ആൻഡ്
റിവേഴ്സ് ബ്ലോക്കിംഗ് വോൾട്ടേജ് ഓഫ് ആൻ അസിമെട്രിക്കൽ തൈറിസ്റ്റർ. അപ്പം ടേൺ ഓഫ് ടൈം ഇത് ജസ്റ്റ് പഠിക്കാനുള്ള കാര്യമുള്ളൂ. നമ്മൾ സാധാരണ സിമെട്രിക്കൽ തൈറിസ്റ്ററിനെ കൺസിഡർ ചെയ്യുമ്പോൾ ടേൺ ഓഫ് ടൈമും റിവേഴ്സ് ബ്ലോക്കിംഗ് വോൾട്ടേജ് ഓഫ് ആൻ അസിമെട്രിക്കൽ തൈറിസ്റ്റർ ASCR എന്ന് പറഞ്ഞ സാധനമില്ലേ, അപ്പോൾ അതിലെ ടേൺ ഓഫ് ടൈമും റിവേഴ്സ് ബ്ലോക്കിംഗ് വോൾട്ടേജും എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ടേൺ ഓഫ് ടൈമും റിവേഴ്സ് ബ്ലോക്കിംഗ് വോൾട്ടേജ് രണ്ടും കുറവാണ് എന്ന് പഠിച്ചു വെച്ചാൽ മതി, രണ്ടും സ്മോളാണ്. ഓക്കെ, അപ്പോൾ ടേൺ ഓഫ് ടൈമും റിവേഴ്സ് ബ്ലോക്കിംഗ് വോൾട്ടേജ് ബോത്ത് ആർ സ്മോൾ ഇൻ യുവർ അസിമെട്രിക്കൽ SCR. അതുപോലെ തന്നെ ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് ഡ്രോപ്പും കുറവാണ്. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഓൾസോ സ്മോൾ. ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് ഡ്രോപ്പും കുറവാണ്. ഓക്കെ, അങ്ങനെ 2-3 ഫിനോമിനനുകൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ നോക്കാനുള്ളത്. അപ്പോൾ രണ്ടും ജസ്റ്റ് പഠിച്ച് പോയാൽ മതി കേട്ടോ. ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട, പഠിച്ചു പോയാൽ മതി. അടുത്തത്, ഇഫ് ദ ടേൺ ഓൺ ടൈം ഓഫ് SCR is 7 microsecond and an ideal gate trigger pulse should have. അപ്പോൾ ടേൺ ഓൺ ടൈം ഓഫ് SCR എന്ന് പറയുന്ന സാധനം നമ്മൾ 3ആയി തിരിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? ടേൺ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ ഡിലേ ടൈം പ്ലസ് റൈസ് ടൈം പ്ലസ് പീക്ക് ടൈം അല്ലേ. അപ്പോൾ ഡിലേ ടൈമും ഡിലേ ടൈമും നമ്മുടെ സ്പ്രെഡ് ടൈമും അല്ല, ഡിലേ ടൈമും നമ്മുടെ സ്പ്രെഡ് ടൈമും ഒരു മൈക്രോ സെക്കൻഡ് ഫ്രാക്ഷനിലാണ്. ഓക്കെ, ഇത് സ്പ്രെഡ് ടൈം അല്ലേ, മൈക്രോ സെക്കൻഡ് ഫ്രാക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ ഐഡിയൽ ട്രിഗർ പൾസ് വിഡ്ത്ത്, നമ്മൾ കൊടുക്കുന്ന ഐഡിയൽ ട്രിഗർ പൾസ് വിഡ്ത്ത് എത്രേൻ്റെ ഈക്വൽ ആയിരിക്കും എന്ന് വെച്ചാൽ ടേൺ ഓൺ ടൈം ഓഫ് SCRന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഐഡിയൽ ഗേറ്റ് ട്രിഗർ പൾസ് ടേൺ ഓൺ പൾസിനെക്കാട്ടിയും കൂടുതലായിരിക്കണം, എന്നാൽ മാത്രമേ ടേൺ ഓൺ ആവുള്ളൂ അല്ലേ. ടേൺ ഓൺ ടൈം തന്നിട്ടുണ്ട്, അപ്പോൾ ഐഡിയൽ ഗേറ്റ് ട്രിഗർ പൾസ് ഈ തന്നിരിക്കുന്ന ഈ വാല്യൂവിനെക്കാട്ടിയും കൂടുതലായിരിക്കണം. അപ്പോൾ ഈ 2 ഓപ്ഷനിൽ ഏതോ ഒന്നാണ് അല്ലേ, ഏതോ ഒന്നാണ്. അപ്പോൾ അതിൽ ഏതാണെന്ന് മാത്രമേ നമുക്ക് കൺഫ്യൂഷനുള്ളൂ അല്ലേ. അപ്പോൾ അതിൽ ഷോർട്ട് റൈസ് ടൈം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ഷോർട്ട് റൈസ് ടൈം ആയിരിക്കും. അതുപോലെ പൾസ് ഓഫ് വിഡ്ത്ത് 8 മൈക്രോ സെക്കൻഡിനെക്കാട്ടിയും, ഇതെല്ലാം മൈക്രോ സെക്കൻഡാണ് കേട്ടോ, 8 മൈക്രോ സെക്കൻഡിനെക്കാട്ടിയും കൂടുതലായിരിക്കും. അപ്പം ഇഫ് ദ ടേൺ ഓൺ ടൈം ഓഫ് SCR 7 മൈക്രോ സെക്കൻഡ്, ഐഡിയൽ ഗേറ്റ് ട്രിഗർ പൾസ് ഷുഡ് ബി എത്രയായിരിക്കണം? ആ 7-നെക്കാട്ടിയും കൂടുതൽ, അത് 8ൻ്റെ വാല്യൂ ആയിരിക്കണം. അതുപോലെ റൈസ് ടൈം എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഡിലേ ടൈമും നമ്മുടെ സ്പ്രെഡ് ടൈമും ഏതിലാണ് വരിക? മൈക്രോ സെക്കൻഡിലേ വരുള്ളൂ. അതുകൊണ്ടാണ് ചെറിയ ഡിലേ മതി, ഷോർട്ട് റൈസ് ടൈം മതി. ഓക്കെ, അപ്പം ഈ ഷോർട്ട് റൈസ് ടൈം മാത്രം മതി നമ്മൾക്ക് എന്ത് ചെയ്യാൻ, ഈ പൾസ് കിട്ടാൻ. ഓക്കെ ആണല്ലോ. അടുത്തത് ജസ്റ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ പഠിച്ച് പോയാൽ മതി, ഇതിൻ്റെ ഒന്നും വേറെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ. അടുത്തത്, ഡ്യൂറിങ് ദ ടേൺ ഓഫ് പ്രോസസ് ഓഫ് എ തൈറിസ്റ്റർ, ഒരു തൈറിസ്റ്റിൻ്റെ ടേൺ ഓഫ് പ്രോസസ്സിൻ്റെ സമയത്ത് the current flows does not stop at the instant when the current reaches 0. 0 ആയിട്ട് ഓഫ് ആവുന്നില്ല അല്ലേ, കറണ്ട് 0 ആയിട്ട് ഓഫ് ആവും, ബട്ട് കണ്ടിന്യൂസ് ടു ഫ്ലോ ടു എ പീക്ക് വാല്യൂ ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. റിവേഴ്സ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുവാണ്? വരുവാണ് അല്ലേ. അതിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. അപ്പം ഈ ടേൺ ഓഫിൻ്റെ സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന എക്സസ് ക്യാരിയേഴ്സ് ഉണ്ടല്ലോ, ഈ എക്സസ് ക്യാരിയേഴ്സ് നമ്മൾ 4 ലെയറിലുള്ള SCRന് 4 ലെയർ ഉണ്ടല്ലോ, PN BN BN, ആ 4 ലെയറിലുള്ള എക്സസ് ക്യാരിയേഴ്സ് നമ്മൾ റിമൂവ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി റിമൂവ്ഡ് അല്ലെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി റിമൂവ്ഡ്. ഓക്കെ, അപ്പം എല്ലാ ഹോൾസ് ഷുഡ് ബി റിമൂവ്ഡ് ഫ്രം ദ ഔട്ടർ P ലെയർ. അതുപോലെ എല്ലാ ഇലക്ട്രോൺസ് ഷുഡ് ബി റിമൂവ്ഡ് ഫ്രം യുവർ N ലെയർ. ഇതൊക്കെ എന്താണ്? റിമൂവ് ആയിരിക്കണം നിർബന്ധമായിട്ടും. ഓക്കെ, ഇനി റിമൂവ് ആയിട്ടില്ലെങ്കിലാണ് ഈ പറഞ്ഞ പോലെ ഒരു പീക്ക് വാല്യൂ 0 ആവുന്നതിന് വരെ പീക്ക് വാല്യൂ കണ്ടിന്യൂ ചെയ്ത് വരും. ഓക്കെ, ഈ ഫിനോമിനെ വിളിക്കുന്ന പേര് മാത്രമേ പഠിക്കാനുള്ളൂ. ദിസ് ഈസ് ഡ്യൂ ടു, അതിന് വിളിക്കുന്നവരാണ് ഹോൾ സ്റ്റോറേജ് എഫക്റ്റ്. ഓക്കെ, അപ്പോൾ എല്ലാ ഹോളുകളും അവിടെ തന്നെ പോകേണ്ട, റിമൂവ്ഡ് ആവേണ്ട സ്ഥാനം, അതിന് പകരം ഹോൾസ് എന്താണ് അവിടെ ഉണ്ടാവുന്നതിനെ വിളിക്കുന്നവരാണ് ഹോൾ സ്റ്റോറേജ് എഫക്റ്റ്. ഓൾ ഹോൾസ് ഷുഡ് ബി സ്വെപ്റ്റ് ഔട്ട് ഫ്രം ദ ലെയേഴ്സ്. ലെയേഴ്സിന് ഹോൾസ് ഒക്കെ എന്താണ് പുറത്ത് പോകണം, ഇല്ലെങ്കിൽ ഉള്ള എഫക്റ്റിൻ്റെ പേരാണെന്ത്? ഹോൾ സ്റ്റോറേജ് എഫക്റ്റ്. ക്ലിയർ ആണല്ലോ, അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അടുത്തത്, ആൻ SCR ഹാസ് ഹാഫ് സൈക്കിൾ സർജ് കറണ്ട് റേറ്റിംഗ് ഓഫ് 3000 ആംപിയർ ഫോർ 50 Hz സപ്ലൈ. 1 cycle surging current will be
ഡാഷ് ആംപിയർ. ഓക്കെ, ഇതങ്ങനെ കിട്ടാൻ വഴിയില്ല. അപ്പം നമ്മൾ ജസ്റ്റ് സർജ് കറണ്ട് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ച് വേണമെങ്കിൽ സർജ് കറണ്ട് റേറ്റിംഗ്. ഓക്കെ, ഒരു SCRൻ്റെ സർജ് കറണ്ട് റേറ്റിംഗ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇറ്റ് ഡിനോട്ട്സ് ദ മാക്സിമം നോൺ റിപ്പറ്റേറ്റീവ് കറണ്ട് denotes a non-repetitive current with sine wave. ഇതാണ് സർജ് കറണ്ട്. ഓക്കെ, SCR സർജ് കറണ്ട് സ്പെസിഫൈസ് ദ നോൺ റിപ്പറ്റേറ്റീവ് കറണ്ട് വിത്ത് സൈൻ വേവ്. ക്ലിയർ? ഇനി സർജ് വേവ് അറ്റ് ഹാഫ് സൈക്കിൾ, ഇങ്ങനെയാണ് നിങ്ങളടുത്ത് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കുറേ തിയറി ഉണ്ട്. അപ്പോൾ തിയറി ഒന്നും അങ്ങനെ ചോദിക്കുന്നില്ല. അപ്പം നിങ്ങളിതിൻ്റെ 1 സൈക്കിൾ സർജ് കറണ്ട് റേറ്റിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ യു ജസ്റ്റ് മൾട്ടിപ്ലൈ യുവർ സർജ് കറണ്ട് റേറ്റിംഗ് ഇൻറ്റു 1/√2. ഓക്കെ, ഇതിൽ കിട്ടുന്ന ആൻസറാണ് ഇതിൻ്റെ ആൻസർ. ഇത് ഇങ്ങനെ ചോദിക്കുള്ളൂ, ഇത് ട്വിസ്റ്റ് ചെയ്യാനും മറിക്കാനൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങളിത് പഠിച്ചു വെച്ചാൽ മതി. 3000 × √1/2 ആൻസർ ഈസ് 2121. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ജസ്റ്റ് നമ്മളത് ഒന്ന് പഠിച്ചു വെച്ചാൽ മതിയാവും. ഇതിൻ്റെ ഡെപ്തിലേക്കൊന്നും അങ്ങനെ പോകാറില്ല, അതുകൊണ്ട് തന്നെ അതൊന്ന് പേടിക്കേണ്ട. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ സർജ് കറണ്ട് മാക്സിമം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം നോൺ റിപ്പറ്റേറ്റീവ് കറണ്ട് വിത്ത് സൈൻ വേവ്. സർജ് കറണ്ടൊക്കെ പിന്നെ പോകാൻ നിന്നാൽ കുറേ തിയറിറ്റിക്കലും അതുപോലെ ഭയങ്കര ഡെപ്താണ്, അത്രയും ചോദിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അറിഞ്ഞിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്വസ്റ്റ്യൻ തരുന്നതാണ്. ഓക്കെ, അടുത്തത് dV/dt എഫക്റ്റ് ഇൻ SCR ക്യാൻ റിസൾട്ട് ഇൻ. ഈ dV/dt എഫക്റ്റ് എന്തിന് കാരണക്കാരനാവുന്നു എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? അപ്പോൾ dV/dt എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കപ്പാസിറ്റീവ് ചാർജിങ് കറണ്ട് എന്ത് ചെയ്യും? കൂടുവാണ്, അല്ല? ഡിവൈസ് കപ്പാസിറ്റീവ് ചാർജിങ് കറണ്ട് എന്താണ്? കൂടുവാണ്. അപ്പം ഇത് എന്തിന് കാരണക്കാരനാവുന്നു? ലോ കപ്പാസിറ്റി ചാർജിങ് കറണ്ട് ആണോ? അല്ല. ലാർജ് കപ്പാസിറ്റി ചാർജിങ് കറണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇതല്ല. ഇൻക്രീസ് ജംഗ്ഷൻ കപ്പാസിറ്റി ആണോ? അതുമല്ല. ഹൈ റേറ്റ് ഓഫ് റൈസ് ഓഫ് ആനോഡ് വോൾട്ടേജ് ആണോ? അതല്ല. അതാണെങ്കിൽ വേറെ ഫിനോമിന, അല്ലേ? അപ്പോൾ ഹൈ dV/dt എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു പ്രശ്നമാണ്, അല്ലേ? ആ പ്രശ്നത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മൾ സ്നബ്ബർ സർക്യൂട്ടുകളൊക്കെ യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ ഫോൾസ് ട്രിഗറിങ്. ഇത് ഫോൾസ് ട്രിഗറിങ്ങിന് കാരണക്കാരനാവുന്നു, അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ആൻസർ ഈസ് dV/dt എഫക്റ്റ് ഇൻ SCR ക്യാൻ റിസൾട്ട് ഇൻ ഫോൾസ് ട്രിഗറിങ്. ഫോൾസ് ട്രിഗറിങ്ങിന് കാരണക്കാരനാവുന്നു. അടുത്തത് മാക്സിമം സ്ട്രിങ് എഫിഷ്യൻസി ഈസ് അച്ചീവ്ഡ് വെൻ. എപ്പോഴാണ് മാക്സിമം സ്ട്രിങ് എഫിഷ്യൻസി അച്ചീവ് ആവുന്നത് എന്നുള്ളതാണ് ചോദ്യം. മാക്സിമം സ്ട്രിങ് എഫിഷ്യൻസി എപ്പോഴാണ് അച്ചീവ് ആവുന്നത്? വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ്? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജ് അക്രോസ് SCR, അൺഈവൻ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ, വൺ ഓഫ് ദ SCR ഷെയർസ് മാക്സിമം വോൾട്ടേജ്, റെസ്റ്റ് ഷെയർ സെയിം വോൾട്ടേജ്. എന്താണ് മാക്സിമം സ്ട്രിങ് എഫിഷ്യൻസി എപ്പോഴാണ് അച്ചീവ് ചെയ്യുന്നത്? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വോൾട്ടേജ് അക്രോസ് SCR എന്ന സ്ട്രിങ്ങിൻ്റെ അക്രോസ് യൂണിഫോം വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാക്സിമം സ്ട്രിങ് എഫിഷ്യൻസി നമ്മൾ എന്ത് ചെയ്യുന്നത്? അച്ചീവ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അത്രയേ ഉള്ളൂ പ്രോബ്ലം. ഓക്കെ, രണ്ടു പ്രോബ്ലമാണ് ഞാൻ നാളെ ചെയ്യാം. അതിന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ റെസിസ്റ്റർ കണക്റ്റഡ് അക്രോസ് ദ ഗേറ്റ്. ഗേറ്റിൻ്റെ അക്രോസ് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലേ? റെസിസ്റ്റർ കണക്റ്റഡ് അക്രോസ് ദ ഗേറ്റ് ആൻഡ് കാഥോഡ് ഓഫ് എൻ SCR റിസൾട്ട്സ് ഇൻ വാട്ട്. എന്തിന് കാരണക്കാരനാവുന്നു എന്നുള്ളതാണ് ചോദ്യം. റെസിസ്റ്റർ കണക്റ്റഡ് അക്രോസ് ദ ഗേറ്റ് ആൻഡ് കാഥോഡ് ഓഫ് SCR ബൈപ്പാസസ്. ഞാൻ ആ റെസിസ്റ്ററിൻ്റെ നമ്മളെ പ്രൊട്ടക്ഷൻ സമയത്ത് ഒരു റെസിസ്റ്റർ ഇങ്ങനെ വെച്ച് ഓർക്കുന്നുണ്ടോ? അതിൻ്റെ സമയത്ത് ഒരു RG എന്നും പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആ ഫിഗർ വലിയ വരച്ചപ്പോൾ എന്തായിരുന്നു? അതെന്തിനെ ബൈപ്പാസ് ചെയ്യാനായിരുന്നു? നോയ്സ് സിഗ്നലിനെ ബൈപ്പാസ് ചെയ്യാനായിരുന്നു. അതുപോലെ ഫോൾസ് ട്രിഗറിങ് ഉണ്ടാവും ഈ നോയ്സ് സിഗ്നൽ കാരണം. അതൊക്കെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഗേറ്റ് കാഥോഡിൻ്റെ അടുത്ത് ഒരു റെസിസ്റ്റർ. ഞാൻ പറഞ്ഞ എക്സ്ട്രാ പോയിൻ്റ് ആണ്. ഞാൻ നേരത്തെ dV/dt പ്രൊട്ടക്ഷൻ ആ പ്രൊട്ടക്ഷൻസ് പറയുമ്പോൾ പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു RG വെച്ചിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു, അല്ലേ? അതെന്തിനാണ്? നോയ്സ് കുറക്കണം, അതുപോലെ അൺവാണ്ടഡ് സിഗ്നൽസ് കുറക്കണം. അപ്പോൾ നോയ്സ് ഇമ്മ്യൂണിറ്റി കൂട്ടും, അല്ലേ? ആ റെസിസ്റ്റർ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇറ്റ് ക്യാൻ ബൈപ്പാസ് ദ നോയ്സ് സിഗ്നൽ, അല്ലെ? നോയ്സ് സിഗ്നലിനെ ബൈപ്പാസ് ചെയ്ത് നോയ്സ് ഇമ്മ്യൂണിറ്റിനെ എന്ത് ചെയ്യും? കൂട്ടും. അപ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അതോടെ വെക്കുന്നത്. ഓക്കെ, അടുത്തത് ദ ഷെയറിംഗ് ഓഫ് വോൾട്ടേജ് ബിറ്റ്വീൻ തൈറിസ്റ്റേഴ്സ് ഓപ്പറേറ്റിംഗ് ഇൻ സീരീസ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ. അപ്പോൾ സീരീസിലുള്ള ഈ വോൾട്ടേജ് ഷെയറിംഗ് ഏതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? അപ്പോൾ നമ്മൾ ഈ
ലീക്കേജ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കറണ്ട് ഇതൊക്കെ ഏതിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ഇതൊക്കെ ഇൻഎഫക്റ്റ് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാറ്റിക് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് അതുപോലെ ലീക്കേജ് കറണ്ടിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷെയറിംഗ് ഓഫ് വോൾട്ടേജ് ബിറ്റ്വീൻ യുവർ തൈറിസ്റ്റർ ഓപ്പറേറ്റിംഗ് ഇൻ സീരീസ് വിൽ എഫക്ട് ദ അല്ലെങ്കിൽ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സ്റ്റാറ്റിക് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് യുവർ ലീക്കേജ് കറണ്ട്സ്. അതാണ് അതിൻ്റെ ആൻസർ. ഇൻ എ തൈറിസ്റ്റർ dA/dt പ്രൊട്ടക്ഷൻ ഈസ് അച്ചീവ്ഡ് ബൈ ദ യൂസ് ഓഫ്, അല്ലേ, നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് dA/dt പ്രൊട്ടക്ഷൻ നമ്മൾ എങ്ങനെ കാണും. ഞാൻ നേരത്തെ ജസ്റ്റ് ഒരു പ്രോബ്ലം പറഞ്ഞിരുന്നു, അല്ലേ, എങ്ങനെയാണ് ഒരു ഇൻഡക്ടർ ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് തൈറിസ്റ്റർ. ഇൻഡക്ടർ L ഇൻ സീരീസ് വിത്ത് തൈറിസ്റ്റർ കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? dV/dt പ്രൊട്ടക്ഷൻ കിട്ടും, അല്ലേ. അടുത്തത് ഫോർ എൻ SCR dV/dt പ്രൊട്ടക്ഷൻ, നേരത്തെ dI/dt ആയിരുന്നു, അല്ലേ. ഇത് dV/dt പ്രൊട്ടക്ഷൻ ഈസ് അച്ചീവ്ഡ് ത്രൂ ദ യൂസ് ഓഫ് dV/dt പ്രൊട്ടക്ഷൻ നമുക്ക് എങ്ങനെ കിട്ടും? നമുക്ക് dV/dt പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, dV/dt പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മളൊരു RCൻ്റെ കോമ്പിനേഷൻ, നമ്മൾ RC സർക്യൂട്ടിൻ്റെ കോമ്പിനേഷൻ നമ്മൾ SCRൻ്റെ അക്രോസ് ഫിറ്റ് ചെയ്യാം, അല്ലേ. അങ്ങനെ RCൻ്റെ കോമ്പിനേഷൻ SCRൻ്റെ അക്രോസ് ഫിറ്റ് ചെയ്താൽ കപ്പാസിറ്റർ വിൽ ഉണ്ടാവില്ല സഡൻ ചേഞ്ചിൻ്റെ വോൾട്ടേജിന് സഡൻ ചേഞ്ച് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള സർക്യൂട്ടുകളെ ഒരു പേരിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ട്, അല്ലേ. അതിൻ്റെ പേരാണെന്ത്? ദേ ആർ കോൾഡ് ആസ് യുവർ സ്നബ്ബർ സർക്യൂട്ട്. അതിനെ വിളിച്ച പേരാണെന്ത്? സ്നബ്ബർ സർക്യൂട്ട്. സോ ഇറ്റ് ഈസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ്, അല്ലെങ്കിൽ നമ്മൾ dV/dt പ്രൊട്ടക്ഷൻ SCR പ്രൊട്ടക്ഷനാണ്. അതെങ്ങനെ കണക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് അച്ചീവ്ഡ് ത്രൂ RC അക്രോസ് SCR, അല്ലേ. SCRൻ്റെ അക്രോസ് Rഉം Cയും കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ പ്രൊട്ടക്ഷൻ നടത്തുന്നത്. അപ്പോൾ ആ ഒരു പോയിൻറ്റും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ക്ലിയർ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ സ്നബ്ബർ സർക്യൂട്ട് ഈസ് യൂസ്ഡ് ഇൻ ദ തൈറിസ്റ്റർ സർക്യൂട്ട് ഫോർ, അല്ലേ. നേരത്തെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ തന്നെയാണത്. സ്നബ്ബർ സർക്യൂട്ട് നമ്മുടെ തൈറിസ്റ്ററിൽ എന്ത് പ്രൊട്ടക്ഷന് വേണ്ടിയാണ്? dV/dt പ്രൊട്ടക്ഷന് വേണ്ടിയാണ്, അല്ലേ. dI/dt പ്രൊട്ടക്ഷൻ എന്തായിരുന്നു? എല്ലായിരുന്നു, സീരീസ് വിത്ത് SCR, അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നിപ്പോൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം ക്വസ്റ്റ്യൻ സെക്ഷൻ. നമുക്ക് ക്വസ്റ്റ്യൻസ് ഇനി ചെയ്യാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? വരുന്ന ഒരു ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യനായിട്ട് എന്ത് ചെയ്യാം? കാണാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതുപോലെ പറയുമ്പോൾ റിവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? പോവുകയും ചെയ്യാം. ഓക്കെ, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അതുകൊണ്ട് ഒന്ന് സ്കിപ്പ് ചെയ്ത് കളയേണ്ട. എല്ലാ ക്വസ്റ്റ്യൻസും നല്ല മര്യാദയ്ക്ക് എന്ത് ചെയ്തോളൂ? പഠിച്ചോളൂ. നമുക്ക് എന്ത് ചെയ്യാം? മാർക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തേക്ക് എന്തെങ്കിലും തൽക്കാലം എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.